റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി ഡ്രോൺ സർവേ നടത്തിയതിൽ വിവാദം ഉയരുകയാണ്. പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷ നീക്കം തുടങ്ങിയിരിക്കുന്നു. ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് ഡ്രോൺ സർവേ നടത്തിയതെന്ന് പി പ്രസാദ് MLA ആരോപിച്ചു. ജനവിധിയുടെ പേരിൽ എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് കരുതുന്നു എന്നും പി പ്രസാദ് പറഞ്ഞു. ആ പ്രതികരണം കാണാം. ഒരു ഭരണകൂടത്തിന്റെ പിന്തുണയിലാണ്, ഭരണകൂടത്തിന്റെ ഭാഗമായുള്ളവരുടെ പിന്തുണയിലാണ് ഇത്തരം വർത്തമാനം പറയാൻ അവർക്കെല്ലാം ആവുന്നത്. എന്തുകൊണ്ട് 10 കൊല്ലം ഇത്തരം ഡ്രോൺ സർവേ ഉണ്ടായില്ല? എന്തുകൊണ്ട് 10 കൊല്ലം ഇത്തരം കച്ചവടത്തെക്കുറിച്ച് മിണ്ടാൻ തയ്യാറായില്ല? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കച്ചവടം ചെയ്യും എന്ന് കച്ചവടക്കാർ വന്നു എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് വേണ്ടി കൊടുക്കുന്നതല്ല ഈ നാടിന്റെ ജനവിധി എന്ന്. ആ ജനവിധി ഉള്ളതിന്റെ പേരിൽ എന്തും ചെയ്യാൻ അവകാശമുണ്ടാകും എന്ന് കരുതുന്നത് ജനാധിപത്യ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർവേക്കെതിരെ കൊടുമൺ ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരിക്കുകയാണ്. നടപടിക്ക് പിന്നിൽ ഭൂമാഫിയാണെന്ന് കൊടുമൺ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ വർഗീസ് പേരയിൽ ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയാതെ എങ്ങനെയാണ് ഡ്രോൺ സർവേ നടത്തുകയെന്നും എയർപോർട്ട് വരേണ്ടത് കൊടുമണ്ണിലാണെന്നും എബ്രഹാം പേരയിൽ പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ ഡ്രോൺ പറത്തൽ നടത്തിയതിനെ കുറിച്ച് എബ്രഹാം കലമണിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സർക്കാരുമായി സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ സർക്കാരിന്റെ പിന്തുണയുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇതാ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു. ആരൊക്കെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്? പ്രവീൺ. ഗുഡ് മോർണിംഗ് സ്മൃതി. ഇന്നലെ തന്നെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഈ ആറന്മുള വിമാനത്താവള പദ്ധതി അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം ഇന്നലെ കോന്നിയിൽ നടത്തിയ ഒരു പൊതുയോഗത്തിലാണ് മുൻ മന്ത്രി പി പ്രസാദ്, CPI പ്രതിനിധി, അദ്ദേഹവും ഈ വിമാനത്താവള പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പി പ്രസാദ് പറഞ്ഞത് ആറന്മുള അവിടെ ഒരു വിമാനത്താവള പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു ശ്രമം ഏത് വിധേനയും എതിർക്കും. കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡ്രോൺ സർവേ ആറന്മുളയിൽ നടത്താതിരുന്നത്? അപ്പോൾ ഭരണം മാറി UDF-ലേക്ക് ഭരണം എത്തിയിരിക്കുന്നു. അപ്പോൾ ഭൂമാഫിയ വീണ്ടും പിടിമുറുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആറന്മുളയിൽ ഡ്രോൺ സർവേ നടത്തിയതെന്ന് മുൻ കൃഷിവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പി പ്രസാദ് പറയുന്നു. അതേസമയം തന്നെ കൊടുമണ്ണിലാണ് വിമാനത്താവളത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമുള്ളത്. കൊടുമണ്ണിൽ ഒരു വിമാനത്താവളം വരണമെന്ന് കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർ വർഗീസാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചിരിക്കുന്നത്. കൊടുമണ്ണിൽ 1200 ഹെക്ടർ ഭൂമി അവിടെയുണ്ട്. അത് സർക്കാർ ഭൂമിയാണ്. അവിടെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നങ്ങളോ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഇല്ല എന്ന് കൊടുമൺ എയർപോർട്ട് ആ സമിതി വ്യക്തമാക്കുന്നു. അവിടെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ആറന്മുളയിൽ ഒരു വിമാനത്താവള പദ്ധതി അത് വീണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള നീക്കം ഏത് വിധേനയും എതിർക്കുമെന്നും കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊടുമണ്ണിലാണ് എയർപോർട്ടിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്നും ഉടൻ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെ കാണുമെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. കച്ചവടക്കാർ ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് വന്നിരിക്കുന്നു. ഈ 10 വർഷം അവരെ കണ്ടിട്ടില്ല എന്നാണല്ലോ നേരത്തെ പി പ്രസാദ് പറഞ്ഞത്. എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം? സ്ഥലം MLA പ്രതികരിക്കുന്നില്ലേ? ഇത് വിവാദമാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് അബിൻ വർക്കി ആറന്മുള MLA ചുമതലയേറ്റതിനു ശേഷം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവിടെ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചിരുന്നു ആറന്മുള വിമാനത്താവള പദ്ധതി സംബന്ധിച്ച്. അപ്പോൾ അബിൻ വർക്കി MLA അന്ന് ഒരു മറുപടി നൽകിയത് ആറന്മുള വിമാനത്താവള പദ്ധതിയെ പറ്റി അതിന്റെ പ്രായോഗികതയെ പറ്റി ഒരു പഠനം നടത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊരു പച്ചക്കൊടിയായി പലരും കണ്ടിരിക്കാം. അതുകൊണ്ടാണ് മൗണ്ട് സിയോൺ ചെയർമാനായിട്ടുള്ള ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എബ്രഹാം കലമണിലെ പോലുള്ള ആളുകൾ വീണ്ടും ഇത്തരം പ്രസ്താവനകളുമായി രംഗത്തേക്ക് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അറിവില്ലാതെയാണ് ആറന്മുളയിൽ കഴിഞ്ഞ ദിവസം അവിടെ ഡ്രോൺ സർവേ നടത്തിയത്. അത് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എബ്രഹാം കലമണ്ണിലാണ് അത്തരമൊരു സർവേ നടത്തിയത്. ദില്ലിയിൽ നിന്നും ഒരു സ്വകാര്യ ഏജൻസി എത്തിച്ചുകൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു സർവേ നടത്തിയത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്? UDF-ന്റെ ഒരു സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം പോയിട്ടില്ല. ആറന്മുള MLA അബിൻ വർക്കിയോ അല്ലെങ്കിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയോ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. ഇരുവരും ഇന്ന് പ്രതികരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും CPM-ഉം CPI-യും ശക്തമായിട്ടുള്ള എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരനും ഇന്നലെ തന്നെ ഈ ഡ്രോൺ സർവേ നടത്തിയതിനെതിരെ ശക്തമായിട്ടുള്ള വാക്കുകളുമായി രംഗത്ത് വന്നിരുന്നു. ഭൂമാഫിയ തന്നെയാണ് അവിടെ ഡ്രോൺ സർവേ നടത്തിയത് എന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. അബിൻ വർക്കിയുടെ പുതിയ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വേണ്ടതാണ്. പ്രതിപക്ഷം ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ BJP-യുടെ പ്രതികരണമാണ് ആദ്യം വന്നത്. ഇപ്പോൾ
CPI യുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. CPM-ഉം ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.